ഐറ്റം പൊളിച്ചു. ചുമ്മാ ചിരിക്കണ ചുമ്മാ ചിരിവെന്ന് ചിരിക്കാൻ പാടില്ല. ചിരിക്കുന്നതിന് കാരണം വേണോ? അത് ഇതാണോ കഞ്ഞകൂടല്? ഇത് അമ്മായി പിടിച്ചത്. എനിക്ക് വയ്യ. ഇവിടെ വെച്ച് മുറിക്കല്ലേ? അമ്പോ ഇത്രയൊന്നും എന്നെ കൊണ്ട് പറ്റാൻ പറ്റുന്നത് എനിക്ക് തോന്നല. മാളു ഈ ഇപ്പുറത്തെ സൈഡ് വന്നു കേട്ട്. ബാക്കില്ല. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. എന്റെ ഞാൻ മേടിച്ചു പോയി. അമ്മ കൈ പറഞ്ഞാ ഇല്ലല്ലോ. അതാ പിടിച്ച. ഇതിപ്പോ അടങ്ങണില്ലല്ലോ. നിക്ക്. ഇങ്ങോട്ടെ ഞാൻ വേണ്ട. പരിപാടി നാണം കിടവന്തോ. എന്തായാലും അമ്മയുടെ അത്രയും വരൂല. അല്ല എന്തായാലും അങ്ങോട്ടല്ലേ എടുക്കുള്ളൂ. അത് ഇങ്ങോട്ടാ? ഇങ്ങോട്ടെങ്കിലും നമ്മൾ അങ്ങോട്ടേ എടുക്കുള്ളൂ. കാലി മാളു നില്ല് നില്ല്. ഇനി വെട്ട്. ഇതിലൊരു ചൂരിൽ മുറിച്ചു വെക്കണം അമ്മായി മാളൂന് അടിക്കാൻ. മാളൂന് അടിക്കാൻ മാറിക്കോ. ഞാൻ കൂടെ കുറവേ ഉള്ളൂ. ആ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. നല്ല അടിയുടെ കുറവ്. അമ്മായി ഒന്നും പറഞ്ഞില്ല കുഞ്ഞിനെ. ഒന്നും പറഞ്ഞിട്ടില്ല. എന്തോ കുനിഷ്ട കുഞ്ഞിനെ ഒന്നും പറഞ്ഞു. ആ നല്ല തെളിഞ്ഞ വെള്ളം. ആദ്യം നീ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടേ നമുക്ക് നല്ല വെള്ളത്തിൽ പിന്നെ കഴുകാം. എന്താണോ കിട്ട്. ഒറ്റയ്ക്ക് എടുക്കാനല്ലേ ഉള്ളൂ? 3 എണ്ണല്ലേ ഉള്ളൂ? 4 എണ്ണം. ആ നീ എടുത്തോളോ? അവിടെ വെച്ചോ. ഞാനേ ഇതൊക്കെ കഴുകിൻ്റെ ഉള്ളിൽ ഇതേണ്ട ഈ പൊടിയൊക്കെ കഴുകി മാറ്റാം. നീ പോയി ബാലൻസ് ഉള്ളത് എടുത്തുണ്ടോ? അമ്മായി കപ്പ മേടിക്കോ? ഓ കപ്പ മാത്രമോ? ചിക്കൻ വേണ്ട? ആ ചിക്കനും വേണം. പിന്നെ അറിഞ്ഞില്ല. ഞാൻ കപ്പ മാത്രം വാങ്ങിയിട്ട് വരും. അപ്പം ഞാൻ പോട്ടാ. ആ ശരി അമ്മായി. എന്നും വന്ന് കാത്തിരിക്കും. ഇന്ന് ആരും ഇല്ല. ഇയാൾ എത്ര വിളി വിളിച്ച്? ഞാൻ എത്ര വിളി വിളിച്ച്? 2 വിളിയല്ലേ വിളിച്ചുള്ളൂ? 2 5 വിളിച്ച്. 5 വിളിച്ചു. ഇത് കാണിച്ചപ്പോ 10 ആയി. അപ്പൊ അമ്മായി ഒരു കാര്യം ചെയ്യും. ഈ കപ്പ അമ്മായി കുഞ്ഞു 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 കഷ്ണം, വലുത് വേണ്ട, തീരെ പൊടി പൊടിയില്ലേ, ആ പൊടി പൊടി കഷ്ണം അമ്മായി ആക്കി ഞാൻ ചിക്കൻ വെട്ടാം. ഓക്കെ. എൻ്റെ അപ്പോ നല്ല വെയിറ്റ് കേട്ടോ. അപ്പൊ ഞാനിത് ചെയ്യട്ടെ എന്നാ. ഓ കറി പീസാക്കട്ടെ. മുള വെട്ടാ ഇത്രയും പാടില്ലേ? ഓ എന്തെങ്കിലും സഹായം? സഹായേ ആവശ്യമുള്ളൂ. അയ്യോ പിച്ചാത്തില്ലല്ലേ? ഒരു പിച്ചാത്തിയും കൂടെ കൊണ്ടുവരാത്തെന്ത് മോളെ. ആ ഇനിയിപ്പം പിന്നെ ആവട്ടെ.
നീയും അമ്മയും കൂടെ പോയിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അരിയാനല്ല ഉരുക്കി. ഇവിടെ കഴിഞ്ഞോ? ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കിട്ട് തരാം. ശരി. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയല്ലേ? ഫസ്റ്റ് റാങ്ക് ആണല്ലോ. അമ്മ എപ്പോഴും പരീക്ഷയെ പറ്റി ചോദിക്കാതെ കഴിഞ്ഞില്ലേ? ഞാൻ പിന്നെ വേറെന്താ ചോദിക്കും? വേറെ എന്തോളം ചോദിച്ചോ? നമ്മളെ പരീക്ഷയിലൊന്നും അല്ല നമ്മളെ വിലയിരുത്തുന്നത്. പിന്നെന്തിലാ? നമുക്ക് എന്തുമാത്രം കഴിവുള്ളുണ്ട് അതിലങ്ങ് പോകണം. പിന്നെ നീ ഇത്ര കഷ്ടപ്പെട്ട് ഇപ്പോൾ എഴുതിയെന്തിനി? അത് പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞോണ്ട്. അമ്മായി, എനിക്ക് മാളൂന് എന്തെങ്കിലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടൂല അമ്മായി. അയ്യോ, കുറച്ച് ദിവസം കൊണ്ട് കൊച്ചിൻ്റെ ഒരു കുറ്റവും കേൾക്കാണ്ടായിരുന്നല്ലേ? ഞാൻ പറയട്ടെ, ഇന്ന് അവള് കുറ്റമൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവള് പേരൊക്കെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് അവള് മേടിച്ചിട്ട് വന്നത്. പക്ഷെ എനിക്ക് പഴുത്ത ഇഷ്ടമല്ല, എനിക്ക് പച്ച ഇഷ്ടം. അപ്പൊ ചേച്ചി കഴിക്കാം, നമുക്ക് കഴിക്കാം. പച്ചയല്ലേ ഇഷ്ടം, കുഴപ്പമില്ല. പക്ഷെ ബുദ്ധിമുട്ട് കഴിക്കണ്ടെന്നേ. നിറം പച്ചയാണെങ്കിലും ഉള്ളു പഴുത്തമ്മായി. എനിക്ക് പച്ച മതി. കുറ്റവും പറയും. ഇതിന്റെ ഒരു ഗോവം കൂവി, തായ് കൂവ അല്ല രാധപ്പായി. കഴിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വരാം. നിങ്ങളപ്പോഴേക്കും മുള കുത്തി വെക്കാൻ പറ്റിയ രീതിയിൽ കുഴി ഒഴിച്ചു വെക്കോ. കുറെ നാളായില്ലേ നീ പഠിച്ച് തല ഭ്രാന്തായിട്ടിരിക്കണേ. ഇനി കുഴി കുത്തി കളിച്ചോ. മണ്ണി കളിക്കണം. കളിക്കാൻ പറ്റിയ ആള്. എന്ത് പറ്റില്ലേ? നിന്നേക്കാളും കൂടുതൽ കളിക്കണ അമ്മായി ആയിരിക്കും. വില അല്ലേ? മണ്ണ് വില ഉണ്ട്. ഇങ്ങോട്ട് ഞാൻ എടുക്കാം. വേണ്ട. ഈ മണ്ണ് കോഴിക്കളന്നെ മതി. ഇല്ലേ? സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. അയ്യോ, അമ്മായി, ആ ഉരുളി ഒന്ന് എടുത്ത് വെച്ചേക്കോ. അരിയണോ? നീ അരിയണ്ട, അടുത്ത പണി തരാം. എന്താ? മുട്ട പണിയാ. എന്താ? ചതക്കണം. ഇതിൻ്റെ തണ്ട് കളഞ്ഞ് 5-6 പച്ചമുളക്, പെരിഞ്ചീരകം, കുരുമുളക്, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് വേണം ചതയ്ക്കാൻ. കുരുമുളക്, നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക. പട്ട, ഗ്രാമ്പ് 2 ഏലക്ക മതി. ഏലക്ക 2 വേണം, അധികം വേണ്ട. കേട്ടക്കെട്ട ഒരു നക്ഷത്രം. അപ്പം ഇതെല്ലാം കൂടിയേ ചതച്ചുകൊണ്ട് വാ നീ. ശരി.
ഇളക്കിക്കോ അമ്മായി. ഇളക്കാം. ഒന്നങ്ങോട്ട് നീങ്ങൂ. നല്ല മണമല്ലേ? പഞ്ചസാര ഇപ്പല്ലേ? പഞ്ചസാര കുറച്ച് ശർക്കരയും കൂടെ ഇട്ട്. ചേച്ചി ചെയ്തിട്ടേ ഇടും. ചേരട്ടെ. ആ അത് ഇത് വേവാൻ വേണ്ടിയല്ലേ? ഇന്ന് സത്യമായിട്ട് ചേട്ടക്കറി വെച്ചിട്ടുണ്ട്. നമ്മൾ ചേട്ട വെച്ച് തിന്നിട്ടുണ്ട്. ഇതെന്താ ചേച്ചി? ഇത് നീ പറഞ്ഞതിന് മുമ്പ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി മൂപ്പിച്ചേർന്നതാ. എന്നിട്ട് അത് വെള്ളത്തിൽ കലക്കിയെടുത്ത് പേസ്റ്റ് കണക്കുണ്ട്. അമ്മ ഒഴിച്ചോ അമ്മായി വെള്ളം. ഉപ്പുണ്ടാ? ശകലം വേണം. വേണോ? ഇട്ടോ അമ്മായി, ആവശ്യത്തിന് ഇട്ടോ. മതി കേട്ടോ. നമ്മൾ കപ്പയിലോട്ട് പിടിക്കും ഇനി എരിവ്. എരിവ് വേണം. മതിയേ? ഉപ്പ് മതിയല്ലോ. വെള്ളം കുറച്ചുകൂടെ വേണ്ടേ? വെള്ളം എന്താണെന്നറിയോ അമ്മായി? ഈ വെള്ളം വെച്ചിട്ട് വേണം കപ്പ വേവാൻ. അത് കാരണം കറിക്ക് കുറച്ച് കുറച്ചുകൂടെ ഒഴിച്ചോ. കുറച്ച് വെള്ളം വേണം. ചിക്കനും വേവണ്ടേ? ചിക്കനും വെന്ത് കഴിഞ്ഞിട്ട് മതി മതി. നീ മൂടി എടുത്തുണ്ടോ മാളു? അടച്ചു വെക്കട്ടെ, നോക്കട്ടെ. മുപ്പയെന്ന് ഇളക്കിക്കോ അമ്മായി. അവള് വന്ന് മൂടി വെച്ചു. പരിപാടി തുടങ്ങാലോ. ഞാൻ കപ്പയുടെ അമ്മായി ചിക്കൻ ഇട്ടോ. എല്ലാം മുറിക്കട്ടോ. തീരെ ചെറുതാക്കണ്ട കേട്ടോ മാളു. കൊണ്ടാ ഏതാ? ഒരെണ്ണം വലുത്, ഒരെണ്ണം ചെറുത്.
മാളു നീ ഒരു കാര്യം ചെയ്യ്, ഓരോന്നെടുത്തുണ്ട് ആ കുഴിയിൽ വെച്ച് തുടങ്ങിക്കോ. ചേച്ചി ഏതെങ്കിലും ഒന്ന് വാങ്ങോ. നീ കുഴി മൂടിക്കോ മാളു. അത് അമ്മായി വെക്കട്ടെ. അടുത്തല്ല. ഓടിക്കോ മാളു. ഓട്ടെ ഓർഡർ. അയ്യമ്മായി പാവം ഒറ്റയ്ക്ക്. വാ അത് കത്തിക്കോളൂ അമ്മായി. ഒരു മണിക്കൂർ വേണം. തീക്കല്ലേ പൊള്ളണ പൊള്ളണ. ചൂട് വെന്തിട്ടുണ്ടാവും അമ്മായി? വെന്തിട്ടുണ്ട്, കഴിക്കണ പാടേ ഉള്ളൂ. ഇങ്ങനെയല്ല, അങ്ങനെ എടുക്കാൻ പറ്റുമോ? കമ്പിയാണേ. അമ്മ റംസാൻ ഐറ്റം പൊളിച്ചു. സൂപ്പർ. പക്ഷെ റംസാൻ ആയിട്ടില്ല. അല്ല എന്തായാലും അടുത്ത് വന്നല്ലോ. അപ്പൊ നീ ഇത് സ്പെഷ്യലാക്കി എടുത്തല്ലേ? എന്തായാലും ചേച്ചിക്ക് മാത്രല്ല അമ്മായിക്ക് അറിയാം എന്ത് വെറൈറ്റി ഐറ്റംസ്. ഓ കൊള്ളാട്ടമ്മായി. ഇത് എനിക്ക് ഇത്തിരി കൂടെ കപ്പ വേവണമായിരുന്നു. എനിക്കിതാണ് ഇഷ്ടം. ഈ പരുവ അല്ലേ മാളൂന? ഞാൻ രണ്ടിലും പെടും. അവൾക്ക് എങ്ങനെ വന്നാലും ടേസ്റ്റ് ഉണ്ടായാൽ മതി, വെറൈറ്റി ഭക്ഷണം കിട്ടിയാൽ മതി. കട്ടൻ ചായ എടുത്തുണ്ടല്ലോ. ഞാനോ? എൻ്റെ ഫേവറേറ്റ് എരിവും ചൂടും. അടിപൊളി അടിപൊളി.
എനിക്ക് ഈ മുളക് ഇനി കളയണോ ചേച്ചി? നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ? കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം നിനക്ക് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ നമുക്ക് കളയണ്ട. കളയണ്ട. എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. കഴുകി ഉണക്കി വെച്ചാൽ മതി. അതെ.